എല്ലാ കൂട്ടുകാർക്കും ഞാനൊരു മലയാളി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഓസ്ട്രിയയിലാണ് കേട്ടോ. ഓസ്ട്രേലിയയെ എന്തോ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു അവർ, പക്ഷേ ആ സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രൊനൗൺസ് ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ പിറ്റ്സ്ഗഫാലോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് നമ്മുടെ താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ നമ്മുടെ വീഡിയോയിലും ഒരു താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വിസിറ്റ് ചെയ്യുന്ന ഒരു 6ാമത്തെ കൺട്രിയാണ് ഓസ്ട്രിയ. അപ്പോൾ ഇവിടെ കുറച്ച് എന്താ പറയുക, സ്കീയിങ്ങിനൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഫുള്ള് കണ്ടോ, ഇവിടെ നിറച്ച് മഞ്ഞുകളാണ് മൊത്തം, മറ്റേ സ്നോ വന്നിട്ട് കിടക്കണം. അപ്പോൾ ഇവിടെയാണ് സ്കീയിങ് ചെയ്യാൻ ഏറ്റവും നല്ലത്. അപ്പോൾ ഞങ്ങൾ 2 ദിവസം ഇവിടെയാണ് പ്ലാന്. ഇവിടെ 2 ദിവസം സ്കീയിങ് ഒക്കെ ചെയ്തിട്ട് അടിച്ചു പൊളിക്കാനാണ് പ്ലാന്. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് നിങ്ങൾ ഈ ഒരു പ്ലേലിസ്റ്റിലോ അല്ലെങ്കിൽ ഈ വീഡിയോയിലൊക്കെ കാണാൻ പോകണേ കേട്ടോ. എൻ്റെ ബാക്കിൽ കണ്ടോ ആ വീഡിയോ കണ്ടോ, ആ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. ഇന്നലെ വൈകുന്നേരം തൊട്ട് ഇവിടെയായിരുന്നു കേട്ടോ. ഇതിൻ്റെ സറൗണ്ടിങ്സൊക്കെ കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. ഞങ്ങൾ ഇന്നലെ രാത്രി ഏതാണ്ട് ഇവിടുത്തെ ഒരു 8 മണി ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയിട്ട് ഭയങ്കര തണുപ്പായിരുന്നു. എന്നിട്ട് രാത്രി തന്നെ ഒരു 11 മണിക്കൊക്കെ ഞങ്ങളൊരു ചെറിയൊരു സ്കീയിങ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിതുവരെ സ്കീയിങ് ചെയ്തിട്ടില്ല, അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നാണ് ശരിക്കും എൻ്റെ ഒരു സ്കീയിങ് ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോണേ. പ്രാക്ടീസ് ചെയ്തിട്ട് ഇന്ന് മൊത്തം പ്രാക്ടീസ്, എന്നിട്ട് നാളെയാണ് ശരിക്കുള്ള സ്കീയിങ് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പോൾ സ്കീയിങ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ 2-3 കാര്യങ്ങളുണ്ട്. ഈ ഐസ് ഉണ്ടല്ലോ, ഈ ഐസ് ആക്ച്വലി ഭയങ്കര കട്ടി കൂടിയ ഐസാണെങ്കിൽ സ്കീ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ടാവും. ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഭയങ്കര നമ്മുടെ മണൽത്തരി ഉണ്ടല്ലോ അതേപോലെ കിടക്കും. അവിടെയാണ് സ്കീയിങ് ചെയ്യാൻ ഏറ്റവും നല്ലത്. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, എക്സ്പേർട്സ് പറയുന്നതാണ്. കണ്ടോ ഇവിടെ കണ്ടോ, ഭയങ്കര എന്താ പറയുക, മണൽത്തരി പോലെ തന്നെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള ഐസിലാണ് പെട്ടെന്ന് സ്കീ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതൊക്കെ ഇന്നലെ ഞങ്ങൾ പോയി നോക്കിയായിരുന്നു. എന്നിട്ട് ഇനി ഒരു മണിക്കൂറിൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇന്ന് മൊത്തം പ്രാക്ടീസാണ് പ്ലാൻ കേട്ടോ. ഇവിടെയാണ് കേട്ടോ നമുക്ക് മറ്റേ സ്കീയിങ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങാൻ വന്നിരിക്കുന്നത്. ഇവിടെ ഫുൾ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടോ, ഒരു ചെറിയൊരു കൊച്ചാണത്. ആ കൊച്ചും അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് ഇവിടെ, നന്നായി സ്കീയിങ് ചെയ്യുന്ന ആൾക്കാർ. നല്ല രസമാണ് അവർ പോണത് കാണാൻ തന്നെ. പക്ഷെ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല അത്ര. അതിന് ഒരുപാട് പ്രാവശ്യത്തെ ഒരു ട്രെയിനിങ് ഒക്കെ വേണം, എന്നാൽ മാത്രമേ നമ്മളെ കൊണ്ട് അത് സാധിക്കുകയുള്ളൂ. ഈ എന്താ പറയുക, ഈ ഐസിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ തന്നെ ഭയങ്കര പാടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിനും ഒരു ലോജിക്കൊക്കെ ഉണ്ട്. ആ ലോജിക്ക് തെറ്റിക്കഴിഞ്ഞാൽ കെട്ടിമറിഞ്ഞ് വീഴും. സോ നമ്മളെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. എളുപ്പമില്ല സത്യം പറഞ്ഞാൽ, പക്ഷേ നമ്മളെല്ലാം ഒന്ന് ട്രൈ ചെയ്തിരിക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്യുന്നതെന്നുള്ളൂ.
അവിടെ നിങ്ങളൊരു പലക, ചെറിയൊരു പലക ഇങ്ങനെ കയറി പോകണ കണ്ട. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പുള്ളി ചെയ്തിട്ട് അതിൽ പിടിച്ചിട്ട് നമുക്ക് താഴെ ഒരു സ്റ്റേഷൻ പോലെ ഉണ്ട്. അവിടുന്ന് നമുക്ക് അതിൽ പിടിച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് കയറി വരാം. കയറി വന്നതിന് ശേഷം ഇവിടുന്ന് നമ്മൾ തന്നെ താഴേക്ക് നമ്മളിത് ഈ ഒരു ടൂള് വെച്ചിട്ട് ഇറങ്ങിക്കൊണ്ട് പോകണം. ഇത് കാണുമ്പോൾ നല്ല എളുപ്പമായിരിക്കും കേട്ടോ, പക്ഷെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര കാലുവേദന വരും. പിന്നെ നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ കുറേ വട്ടം വീഴും ഐസിൻ്റെ മുകളിൽ. അപ്പോൾ വീഴണ ഐസ് നല്ല കട്ടിയുള്ള ഐസാണെന്ന് വെച്ചാൽ നല്ല വേദന എടുക്കും. പക്ഷേ ഈ ചെറിയ പിള്ളേർ വരെ നന്നായി ചെയ്യും ഇവിടെ. എന്താ സംഭവം എന്നറിയില്ല. ഒരു 4-5 വയസ്സുള്ള പിള്ളേർ വരെ അടിപൊളിയായിട്ട് ചെയ്യുന്ന പിള്ളേരുണ്ട് കേട്ടോ. സംഭവം ലൊക്കേഷനൊക്കെ അടിപൊളിയാണ്, നല്ല തണുപ്പാണ്, ഫുൾ ഐസാണ്, ഐസിൻ്റെ ഒരു മലയാണിത്. സംഭവമൊക്കെ അടിപൊളിയാണ്, പക്ഷെ ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ കേട്ടോ. ഞാനും കുറേ പ്രാവശ്യം വീണു ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഒരു ലഞ്ച് കഴിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. റെസ്റ്റ് എടുക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ലൈൻ പോകണമുണ്ടോ, ആ ലൈനിൽ പിടിച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലേക്ക് നമുക്ക് എത്താൻ പറ്റും. പിന്നെ അവിടുന്ന് സ്കീ ചെയ്തിട്ട് താഴേക്ക് വരണ പോലെ ഉണ്ട്. കുറേ ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണുണ്ടോ. ഈ സ്ലിപ്പ് ഉണ്ടല്ലോ, ഈ സ്ലിപ്പ് എന്ന് പറയുന്നത് ഇതുണ്ടല്ലോ, നമ്മൾ മുകളിലോട്ട് പോകാനുള്ള ഒരു വയറ് പോലെ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ, ആ വയറിൽ കയറണമെങ്കിൽ ഈ സ്ലിപ്പ് വാങ്ങണം. ഈ സ്ലിപ്പ് വാങ്ങിക്കുന്ന വെച്ചാൽ ഒരു 20 യൂറോ, ഒരു 16 യൂറോ തൊട്ട് 20 യൂറോ ആ ഒരു റേഞ്ചാണ് വരുന്നത്. ഇതാണ് കേട്ടോ സ്ഥലത്തിൻ്റെ പേര്. സിബ്രാറ്റ്സ്ഗഫാൾ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിൻ്റെയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇത് ആക്ച്വലി ഓസ്ട്രിയയിലാണ്. അപ്പോൾ ഇതില്ലാണ്ട് നമുക്ക് മുകളിലോട്ട് കയറിയിട്ട് അങ്ങനെ താഴത്ത് സ്കീ ചെയ്തിട്ട് വരാൻ പറ്റില്ല. അതൊന്നും നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടായിരുന്നേ. ഈ ബൂട്ട് ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് ലോക്സ് ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പിന്നെ ഇതൊക്കെ ഭയങ്കര ഹാർഡ് മെറ്റീരിയൽസാണ്. അപ്പോൾ കാല് വേദന എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം നന്നായി ലോക്ക് ചെയ്തില്ലെങ്കിൽ കാലിൻ്റെ സൈഡൊക്കെ വേദന എടുക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ എന്താ പറയുക, ഇതിലൊക്കെ ഒരുപാട് ഐസൊക്കെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ ഇതൊക്കെ തട്ടിക്കളഞ്ഞിട്ട് വേണം നമ്മുടെ മറ്റേ സാധനം ഉണ്ടല്ലോ, നിരങ്ങുന്ന സാധനം, അതിൻ്റെ ഉള്ളിലോട്ട് ഇതിൻ്റെ ഈ ഭാഗം വെച്ചിട്ട് കയറ്റിയിട്ടാക്കാൻ. Sibash, you're not in your skis? Yeah, I am. ഇതാണ് നമ്മുടെ ബൂട്ട് കേട്ടോ. ഈ സംഭവം ഭയങ്കര ഹെവിയാണ്, ഭയങ്കര വെയിറ്റാണ്. ഇതിട്ട് നമ്മുടെ കാലിൻ്റെ ഇവിടെയൊക്കെ ഭയങ്കര വേദനയായിരിക്കും. എന്നിട്ട് ഇതാണ് നമ്മുടെ സ്റ്റിക്ക്, പിന്നെ ഇതാണ് നമ്മുടെ സ്കീയിങ് മെഷീൻ. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ കയറി നിൽക്കേണ്ടത് കേട്ടോ. ഈ സംഭവം ഭയങ്കര രസമാണ് കേട്ടോ. പക്ഷേ ചെറിയ പിള്ളേർ പോലും ഭയങ്കര പ്രൊഫഷണൽ സ്കീയിങ് ചെയ്യുന്ന ആൾക്കാരെ പോലെയാണ് നമ്മളിവിടെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ തന്നെ ഒരു 2-3 പ്രാവശ്യം ഇപ്പോൾ ഓൾറെഡി വീണു ഇവിടുന്ന്.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്കീയിങ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ കാലിൽ ബൂട്ടൊക്കെ മാറ്റി. ഇനിയിപ്പോൾ റെൻറ്റിന് വാങ്ങിച്ചതല്ലേ അത്. അപ്പോൾ റെൻറ്റിന് വാങ്ങിച്ച സാധനം ഇന്ന് തിരിച്ചു കൊടുത്തിട്ട് നാളെയും കൂടി സ്കീയിങ് ഉണ്ട്. പക്ഷേ അത് ഈ സ്ഥലത്തല്ല വരുന്നത്, വേറൊരു സ്ഥലത്താണ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ സമയത്തും എല്ലാവരും മറ്റേ ഷൂ ഒക്കെ മാറ്റുന്ന സ്ഥലം കൊണ്ട് ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നതാണ്. ഇവിടെ ശബ്ദം കേട്ടപ്പോൾ ഇങ്ങനെ അരുവിയുടെ ശബ്ദം കേട്ടപ്പോൾ വന്നതാണ് കേട്ടോ. കണ്ടപ്പോൾ ഇത് എങ്ങനെ ഇറങ്ങിപ്പോകാനുള്ള നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഒരു സ്ലോപ്പിൽ കൂടെ ഇറങ്ങിയാലേ ഭയങ്കര പ്രശ്നമായിരിക്കും. അങ്ങോട്ട് എത്തുമ്പോൾ നിറച്ച് കല്ലായതുകൊണ്ട് പ്രശ്നമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവറോൾ വ്യൂ. ഇവിടെയാണ് പാർക്കിംഗ് ഒക്കെ ചെയ്തത്. ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇവിടെ ഞങ്ങളിപ്പോൾ നാളത്തെ കാലത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വന്നാണ്. ഇതൊരു ബേക്കറിയാണ് കേട്ടോ. ബേക്കറി ഉണ്ടല്ലോ, അതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ആ ബാക്ക് സൈഡിലെ വ്യൂ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തൊരു രസമല്ലേ! ആ മലയുടെ മുകളിലൊക്കെ ഒന്ന് കയറിയിരിക്കാൻ നല്ല രസമായിരിക്കും. പക്ഷേ 2-3 ദിവസം ട്രൈ ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് മടുക്കൂട്ടോ. അത്രയ്ക്ക് തണുപ്പാണ്, ഫുൾ ഐസാണ് എല്ലായിടത്തും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റുള്ള ഒരുപാട് കൺട്രീസിൽ ഞാൻ പോകുന്നുള്ള ഭയങ്കര ആഗ്രഹമുള്ള മനുഷ്യനാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. അപ്പോൾ വീഡിയോയിൽ നിങ്ങളുടെ കമൻറ്റൊക്കെ എന്നെ അറിയിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കണം. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ സൈനിങ് ഓഫ് മലയാളി.